ഒരിടവേളയ്ക്ക് ശേഷം വാണിജ്യ നയതന്ത്ര സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യ മാലദ്വീപ് ധാരണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവും ഹൈദരാബാദ് ഹൌസിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. റുപേ കാർഡും UPI സംവിധാനവും മാലദ്വീപിൽ നടപ്പാക്കാൻ തീരുമാനിച്ചു. ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് മാലദ്വീപ് വർദ്ധിച്ച പരിഗണന നൽകുമെന്ന് മുയിസു വ്യക്തമാക്കി. ഇരു രാഷ്ട്രങ്ങളുമായുള്ള ബന്ധത്തിലെ വിള്ളലുകൾ പരിഹരിക്കുന്നുവെന്ന വ്യക്തമായ സന്ദേശം നൽകുന്നതാണ് രാഷ്ട്രത്തലവന്മാരുടെ സംയുക്ത പ്രസ്താവന. വാണിജ്യ നയതന്ത്ര സഹകരണം ശക്തിപ്പെടുത്താൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിലെത്തിയ മുയിസു ഇന്ത്യയുമായി സുപ്രധാനമായ കരാറുകളിൽ ഒപ്പുവച്ചു. റൂപേ കാർഡും UPI സംവിധാനവും മാലദ്വീപിൽ നടപ്പാക്കും. മാലദ്വീപിന്റെ ആവശ്യങ്ങൾക്കായി $400 മില്യൺ 300 കോടി രൂപയുടെയും കറൻസി കൈമാറ്റ കരാറിലും ഒപ്പുവച്ചു. നൈബർഹുഡ് ഫസ്റ്റ്, സാഗർ വിഷൻ പദ്ധതികളിൽ മാലദ്വീപിന് പ്രമുഖ സ്ഥാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. മാലദ്വീപ് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്നും അദ്ദേഹം പറഞ്ഞു. सबसे पहले मैं राष्ट्रपति मुइज़ जी और उनके प्रतिनिधिमंडल का हार्दिक स्वागत करता हूं. भारत और मालदीव के संबंध सदियों पुराने हैं और भारत मालदीव का सबसे करीबी पड़ोसी और घनिष्ठ मित्र देश है. हमारी नेबरहुड फर्स्ट पॉलिसी और सागर विजन ने मालदीव का महत्वपूर्ण स्थान है इन दोनों में. भारत ने सदैव मालदीव के लिए फर्स्ट रिस्पॉन्डर की भूमिका निभाई है. चाहे मालदीव के लोगों के लिए एसेंशियल कमोडिटीज की जरूरत पूरा करना हो. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ മാലദ്വീപിലേക്കുള്ള ഇന്ത്യൻ നിക്ഷേപം വർദ്ധിക്കുമെന്ന് കരുതുന്നതായി മുയിസു പറഞ്ഞു. ഇന്ത്യ നൽകി വരുന്ന പിന്തുണയ്ക്ക് അദ്ദേഹം കൃതജ്ഞത അറിയിച്ചു. ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് മാലദ്വീപ് വർദ്ധിച്ച പരിഗണന നൽകുന്നതായും അദ്ദേഹം പറഞ്ഞു. India is a key partner in the socio-economic and infrastructure development of the Maldives and has stood by the Maldives during our times of need. I would like to thank Prime Minister Modi, the government and people of India for the generous assistance and cooperation extended to the Maldives over the years, including the recent budgetary support in form of rollover of the T-bills. I am thankful for the Indian government's decision to provide support in the form of 30 billion Indian rupees in addition to $400 million bilateral currency swap agreement, which will be instrumental in addressing the foreign exchange issues we are facing right now. 5ലേറെ ഉഭയകക്ഷി കരാറുകളിലാണ് രാഷ്ട്ര നേതാക്കൾ ഒപ്പുവെച്ചത്. പ്രധാനമന്ത്രിയെ കൂടാതെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായും വിദേശകാര്യമന്ത്രി S. ജയശങ്കറുമായും മുയിസു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ത്യ സന്ദർശനത്തിൽ ഭാര്യ സജിദ മുഹമ്മദും മുയിസുവിനെ അനുഗമിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, News 18.